ധവളപത്രം കണ്ണാടിയോ എന്നാണ് ചോദ്യം. ആൻറ്റോ ഗസ്റ്റൺ. ഞാൻ പറഞ്ഞത് വസ്തുതനിഷ്ഠമായിട്ട് ഈ പറയുന്ന സംവിധാനത്തെ ജനങ്ങളുടെ മുൻപിൽ വെക്കണമായിരുന്നു എന്നുള്ളതാണ്. ധവളപത്രത്തിന് എടുത്ത ഇനീഷ്യേറ്റീവിനെ ഞാൻ കുറച്ച് കാണുന്നില്ല. പക്ഷേ അത് കുറച്ച് വസ്തുനിഷ്ഠമായിരുന്നെങ്കിൽ ജനങ്ങൾക്കത് കാര്യങ്ങൾ മനസ്സിലായേനെ എന്നുള്ളതാണ്. എന്താണ് ഇപ്പം ഇടതുപക്ഷ സർക്കാർ കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ചിട്ടുണ്ട്. അവർ ഇന്ന മോശ കാര്യങ്ങളാണ് ചെയ്തത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ധവളപത്രത്തെ അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ കിഫ്ബിയുടെ 42,000 കോടി രൂപയുടെ ഓൺഗോയിങ് പ്രൊജക്റ്റ് നടക്കുന്നു. അപ്പം ഈ കിഫ്ബിയിൽ നോക്കുന്ന സമയത്ത് 62,000 കോടി രൂപ ഓൾറെഡി സർക്കാർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ 27,000 കോടി രൂപ കൊടുത്തിരിക്കുന്ന ആരാ? സർക്കാരിൻ്റെ വിഹിതമായിട്ടാണ് 27,000 കോടി കൊടുത്തിരിക്കുന്നത്. 27,000 കോടി സർക്കാരിൻ്റെ വിഹിതം കൊടുത്തിരിക്കുന്നു. 42,000 കോടി രൂപ ലോൺ എടുത്തിരിക്കുന്നു. അങ്ങനെ ബാലൻസ് വരുന്നതിനകത്ത് തിരിച്ചടയ്ക്കാനുള്ളത് 21,000 കോടി രൂപയേ ഉള്ളൂ. അപ്പോൾ രണ്ടും കൂടെ കാൽക്കുലേറ്റ് 63,000 കോടി രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് കേരളത്തിൽ നടത്തിയ സമയത്ത് 21,000 കോടി രൂപ മാത്രമേ ലോൺ അടയ്ക്കാനുള്ളൂ. അത് ഈ പറയുന്ന ബാലൻസ് ഷീറ്റിൽ വരണമായിരുന്നു, അല്ലെങ്കിൽ ധവളപത്രത്തിൽ വരണമായിരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മൾ എല്ലാ കാലക്കും ഒരു ബാലൻസ് ഷീറ്റും ഒരു ധവളപത്രം എടുക്കുന്ന സമയത്ത് വരവ്, ചിലവ്, കിട്ടാനുള്ളത്, ബാക്കി, ഇങ്ങനെയാണ് ഉണ്ടാവുക. വരവ്, ചിലവ്, കിട്ടാനുള്ളത്, ബാക്കി. ഇതിൻ്റെ അകത്ത് കിട്ടാനുള്ളത് ഒഴിവാക്കിയാലുള്ള പ്രശ്നം എന്താ? വലിയ ലോസ് വരും. ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണ്, എനിക്ക് വരവും ചിലവും കിട്ടാനുള്ളത് ഒഴിവാക്കിയുള്ള അവസ്ഥ എന്താ? എനിക്കൊരു 5,000 കോടി കിട്ടാനുണ്ട്, വേണ്ട എന്ന് കാൽക്കുലേറ്റ് ചെയ്താൽ ഈ ബാലൻസ് ഷീറ്റ് കറക്റ്റാവുമോ? ബാലൻസ് ഷീറ്റ് കറക്റ്റാവില്ല. അപ്പം ശരിക്കും ഇവർ ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? ഈ 6,300 കോടി രൂപ ബാലൻസ് ഉള്ളല്ലോ, ആ ബാലൻസിൻ്റെ കൂടെ ലോണിൻ്റെ എമൗണ്ട് ഇവർ 5,07,000 കോടി വെച്ചല്ലോ. ആ 6 ലക്ഷത്തിൽ കൂടെ കിട്ടാനുള്ളതും കൂടെ കൂടി 6,237 കോടി രൂപയുടെ കൂടെ കൂട്ടണ്ടായിരുന്നോ? എന്താ? കേന്ദ്രം നമുക്ക് പണം തരാനുണ്ട്, നമുക്കറിയാലോ കേന്ദ്രം തരാനുള്ളത്. കേന്ദ്രം തരാനുള്ള പണം എത്രയാണെന്ന് ഈ പറയുന്ന ധവളപത്രത്തിലുണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ കേന്ദ്രം അടിച്ചു നോക്കി, കിട്ടാനുള്ളതെന്ന് അടിച്ചു നോക്കി, എവിടെയെങ്കിലും നമ്മൾ കാണാതെ പോയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ കിട്ടാനുള്ളതെന്ന് പറഞ്ഞൊരു സാധനം എഴുതിയിട്ടേ ഇല്ല. എത്ര പൈസ, എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ സർക്കാർ പൈസ കൊടുക്കാനുണ്ട്? 4 മാസം കൊണ്ട് 12,000 കോടി കിട്ടാനുണ്ട്. അല്ല അതുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമില്ലേ, പിന്നെ നമ്മുടെ വിദ്യാഭ്യാസ പൊതുവായിട്ട് SKF അല്ലേ, പിന്നെ SSKൻ്റെ ഫണ്ട് നമുക്ക് കിട്ടാനുള്ളതാണല്ലോ. അപ്പോൾ ഞാൻ പറയുന്നത്, കേരളം പറയുന്നത്, ഇടതുപക്ഷ സർക്കാർ പറഞ്ഞത് 57,000 കോടി കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുണ്ട് എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ 57,000 കോടി ഇതിനകത്ത് എഴുതണ്ടായിരുന്നോ? വേണ്ട, ഒരു 10,000 കോടിയെങ്കിലും എഴുതണ്ട. അതെന്തായാലും കിട്ടാനുണ്ടല്ലോ, അതെങ്കിലും എഴുതണ്ടായിരുന്നോ? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നീക്കിയിരിപ്പ് എന്ന് പറയുന്നത് കിട്ടാനുള്ളതും ഈ 6,000 കോടി കൂടി 16,000 കോടിയല്ലേ. ഇത് വെച്ചിട്ട് വേണ്ട 5,07,000 കോടി രൂപ ലോൺ എന്ന് പറയാനുള്ളത്, കടം എന്ന് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, 5,07,000 കോടി നിങ്ങൾ നേരത്തെ പറഞ്ഞത് പോലെ 5,07,000 കോടി എന്ന് പറഞ്ഞാൽ കിഫ്ബീൻ്റെ 21,000 കൂടെ കൂട്ടിയിട്ടാണ്. ആ കിഫ്ബീൻ്റെ 21,000 കുറച്ച് നോക്കിക്കേ, കുറച്ചിട്ടുണ്ടെങ്കിൽ 4,86,000 കോടിയേ വരുള്ളൂ. 4,86,000 കോടിയുള്ളൂ. അപ്പോൾ കിഫ്ബിൻ്റെ ലോൺ നിങ്ങൾ കൂട്ടുകയും കിഫ്ബിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടാതിരിക്കുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കിഫ്ബിൻ്റെ എമൗണ്ട് കൂട്ടുന്നില്ല, അതൊരു കടമായി ബാക്കി നിൽക്കുകയാണെങ്കിൽ കിഫ്ബിൻ്റെ 60,000 കോടീൻ്റെ പ്രൊജക്റ്റ് നിങ്ങൾ കൂട്ടാൻ പാടില്ല. കിഫ്ബി കഴിഞ്ഞ 10 വർഷം 6,000 കോടി രൂപ വരുമാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ 6,000 കോടി രൂപ വരുമാനത്തിൽ പിന്നെ അത് ഏത് ഭാഗത്താണ് ഉൾപ്പെടുത്തിക്കുക? ഇനി കിഫ്ബിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം നിങ്ങൾ എവിടെയാണ് ഉൾപ്പെടുത്തുക? അപ്പോൾ 21,000 കോടി രൂപ നിങ്ങൾ ലോൺ അടച്ച് തീർക്കാനുണ്ട് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ 6,000 ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന കിഫ്ബിയുടെ വരുമാനം എങ്ങനെയാണ് ഉപയോഗിക്കുക? അപ്പോൾ ശരിക്കും എന്താണ് ചെയ്യേണ്ടത്? കിഫ്ബിക്ക് 21,000 കോടി രൂപ ലോണുണ്ട്, ഞങ്ങൾക്ക് ഇത്ര മാസം കിട്ടുന്നുണ്ട്, ഇതിൽ നിന്ന് ഇത്ര പൈസ ഷോർട്ടേജ് ഉണ്ടാവും, ആ പൈസ ഞങ്ങൾക്ക് അഡീഷണലായി വേണ്ടി വരും എന്നല്ല പറയേണ്ടത്. അങ്ങനെയല്ല പറയേണ്ടത്. അപ്പോൾ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, കേന്ദ്ര ഫണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചതിൻ്റെ അകത്ത് കിട്ടാൻ സാധ്യതയില്ല, അത് 16ാം ധനകാര്യ കമ്മീഷൻ നടപ്പിലാക്കിയതുകൊണ്ട് കിട്ടാൻ സാധ്യതയില്ല, അതുകൊണ്ട് 20,000 കോടി രൂപേൻ്റെ കുറവ് സംഭവിക്കും എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇവിടെ കിട്ടുന്ന വരുമാനം എന്തുകൊണ്ട് വെക്കുന്നില്ല? അങ്ങനെയാണത് വെക്കേണ്ടതല്ലേ? അപ്പം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5,21,000 കോടി രൂപ കടമുണ്ടോ? കടമില്ല. 5,21,000 കോടി രൂപ നിങ്ങൾ 42,000 കോടി രൂപ മറ്റുള്ള സംവിധാനങ്ങൾക്ക് കൊടുക്കാനുള്ളത് പിന്നെ നമ്മൾ DA കുടിശ്ശിക, മറ്റുള്ള കുടിശ്ശിക എല്ലാം കൂടി 42,000 കോടി കൊടുക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഈ കടം വെക്കണ്ടേ? കിട്ടാനുള്ളത് വെക്കേണ്ടിരുന്നോ? വെച്ചിട്ടില്ല. പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടക്കം ഞാൻ പറയുന്നത് കേട്ടോ. കേരളത്തിൽ പറയുന്ന 68ഓളം വരുന്ന പൊതുമേഖലാ സ്ഥാപനത്തിൽ 30ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഈ പണങ്ങൾ മുഴുവൻ സർക്കാരിലേക്ക് വരേണ്ടതാണ്, അത് ഉൾപ്പെടുത്തുന്നില്ല എന്ന് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി നടത്തുന്ന പോലെ സർക്കാരിനെ കൊണ്ടുനടക്കാൻ പറ്റുമോ? ഇപ്പോൾ എന്താണ് പറയുന്നത്? എല്ലാം നഷ്ടത്തിലാണ്. ഒന്ന് KSRTC, അടുത്തെന്താ ജലവകുപ്പ്, വാട്ടർ അതോറിറ്റി, KSEB പിന്നെ KSEB ഒക്കെ നഷ്ടത്തിലാണ് എന്ന് പറയുകയാണ്. ഇത് നഷ്ടത്തിലാക്കാൻ വേണ്ടി ഇപ്പം ഞാൻ അദാനീൻ്റെ കട എത്രയും നോക്കുമായിരുന്നു. 2,68,000 കോടി രൂപ അദാനിക്ക് കടമുണ്ട്. ആ കമ്പനിക്ക് ആകെ ടേൺ ഓവർ 2,68,000 കോടിയുള്ളൂ.
ഇതിനേക്കാളും നല്ലതായിട്ട് ആ കമ്പനി എടുത്ത് സർക്കാർ എടുത്തിട്ട് പ്രൈവറ്റ് കമ്പനീൻ്റെ എടുത്ത് കൊടുത്ത് ഇതെല്ലാം ലാഭത്തിലാക്കി തരും. വല്ല ബുദ്ധിമുട്ടുണ്ടോ? കാരണം ഇത് സേവനമാണെന്നേ. കെ എസ് ആർ ടി സി നടത്തുന്നത് സേവനമാണ്. അരുൺ സാർ പറഞ്ഞല്ലോ അല്ലേ, ഇടമലക്കുടിയുടെ മലേൻ്റെ മേലേക്ക് വണ്ടി കയറുന്നതും വയനാടിൻ്റെ മലയോര മേലേക്ക് വണ്ടി കയറുന്നതും ഒക്കെ ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, ജനങ്ങൾക്ക് വേണ്ടിയുള്ള സേവനമാണ്. ആ സേവനം ഇനിയും തുടരുമെന്നാണ് പിന്നെ വി ഡി സതീശൻ പറഞ്ഞത്. സ്ത്രീകൾക്ക് സൗജന്യ യാത്ര കൊണ്ടുവരും എന്നല്ല പറഞ്ഞത്, അത് സേവനമാണ്. ഈ പറയുന്ന ഏറ്റവും വില കുറച്ചിട്ട് കറണ്ട് വീടുകളിൽ എത്തിക്കേണ്ടത് സേവനമാണ്. അതൊക്കെ പ്രൈവറ്റൈസ് അല്ലെങ്കിൽ പ്രൈവറ്റൈസ് ചെയ്യണമെന്ന് വിടും. ഞാനിത് ലാഭത്തിലാക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ ജനങ്ങളോട് ചെയ്യുന്ന നിരുത്തരവാദമായ തീരുമാനമായിരിക്കും അല്ലേ. ഇത് ലാഭത്തിലാക്കാൻ തീരുമാനിച്ചാൽ KSEB ലാഭത്തിലാക്കണമെന്ന് തീരുമാനിച്ചാൽ സർക്കാർ ഉദ്യോഗസ്ഥനെ ഏൽപ്പിച്ച് നോക്കുക. അപ്പോൾ കാണാം കളി എന്താവും നടക്കാൻ പോകുന്നതെന്ന്. വാട്ടർ അതോറിറ്റി കൊച്ചിയിൽ നല്ല കുടിവെള്ളം കിട്ടുന്നില്ല, തിരുവനന്തപുരത്ത് കുടിവെള്ളം കിട്ടുന്നില്ല, ഇപ്പം ജനങ്ങൾ സമരം നടത്തിക്കൊണ്ടിരിക്കുക. അതാണ് ഇനി ആക്കേണ്ടത് അതാണോ? ഞാൻ പറയുന്നത് ഒരു ദിവസം ഈ പറയുന്ന സംവിധാനങ്ങളെ സർക്കാരിൻ്റെ ഭാഗമായിട്ട് ഒരു ദിവസം പോലും പൈസ മേടിക്കാതെ ആക്കണം. ഇതാണ് ഡൽഹിയിൽ അങ്ങനെയാണല്ലോ, കറണ്ട് ഫ്രീ കൊടുക്കുന്നു, വെള്ളം ഫ്രീ കൊടുക്കുന്നു. എങ്ങനെയാണത്? അതൊരു പിന്നെന്താണ് പൊതുവേല സ്ഥാപനമായിട്ടല്ല കൊണ്ടുനടക്കുന്നത്. അതെന്താ? സർക്കാരിൻ്റെ ഭാഗമാണ്. ഇതെടുത്ത് സർക്കാരിൻ്റെ ഭാഗമാക്കണം. എന്നിട്ട് ഈ പറയുന്ന സാധനങ്ങൾ മുഴുവൻ ഫ്രീ ആയിട്ട് കൊടുക്കണം. അതാണ് ജനങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് അല്ലേ. ഇത് പൊതുമേഖലാ സ്ഥാപനമായി നിലനിർത്തുകയും അതിൻ്റെ ഒപ്പം ഞങ്ങൾ ഇത് ലാഭത്തിലാക്കുകയും ചെയ്യുന്നു പറയുന്നത് ഏത് ലോജിക്കിൻ്റെ പുറത്താണ്? ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ പിന്നെ ധവളപത്രം ഇറക്കാത്തതിൻ്റെ പ്രശ്നം. ഇതാണ് സർക്കാർ ഉദ്യോഗസ്ഥൻ ധവളപത്രം ഇറക്കാത്തതിൻ്റെ പ്രശ്നം. സർക്കാർ ഉദ്യോഗസ്ഥൻ ധവളപത്രം ഏൽപ്പിച്ചാൽ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തന്നെ വരുള്ളൂ. പ്രൈവറ്റ് ഏജൻസി, പുറത്തുനിന്ന് ഒരാൾ വരുന്ന ധവളപത്രം ഇറക്കാൻ കുറയില്ല, അവൻ്റെ മുന്നിൽ ലാഭം മാത്രമേ ഉണ്ടാവുള്ളൂ. എല്ലാം ലാഭത്തിലാക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നേരത്തെ അരുൺ സാർ പറഞ്ഞ കാര്യത്തിലുണ്ട് 77% നിർബന്ധിത ചിലവാണ്. നമുക്ക് 100 രൂപ കിട്ടുന്നുണ്ട്, അതിൽ 77 കോടി രൂപ നമ്മൾ നിർബന്ധിത ചിലവിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളത്. അത് ഉപയോഗിക്കാനാണ് സർക്കാരിൻ്റെ പണി. 100% ഉപയോഗിക്കലാണ് സർക്കാരിൻ്റെ പണി. കേരളത്തിൽ ക്ഷേമ പെൻഷൻ ഉണ്ടാക്കുക വേണ്ടേ? ഈ 33% കൂടി എടുത്തിട്ട് പിന്നെ ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കണം. റോഡ് ഉണ്ടാക്കണം, പാലം ഉണ്ടാക്കണം, വഴി ഉണ്ടാക്കണം. ഇതിന് പൈസ ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാം. 1 ലക്ഷം കോടി രൂപേൻ്റെ പ്രൊജക്റ്റാണ് നമ്മൾ സെപ്പറേറ്റ് കേരളത്തിൽ വിഭാവനം ചെയ്തത്, കിഫ്ബി അല്ലേ. 1 ലക്ഷം കോടി രൂപേൻ്റെ പ്രൊജക്റ്റ്, അതിൽ 64,000 കോടി രൂപേൻ്റെ പ്രൊജക്റ്റിൽ പണം കൊടുത്തു കഴിഞ്ഞു. ഇനി 24,000 രൂപയുടെ പ്രൊജക്റ്റും കൂടെ കൊടുത്ത് 64,000 കഴിച്ചാൽ ബാക്കി എത്രയുണ്ട്? 36,000 കോടി രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ ആസ്തി വന്നു കേരളത്തിന്. 1 ലക്ഷം കോടി രൂപയുടെ ആസ്തി വന്നു. 21,000 കോടിയല്ലേ കൊടുക്കാനുള്ളൂ. അതിന് കിഫ്ബിനെ കുറ്റം പറയുകയാണ് വേണ്ടത്. അത് എങ്ങനെ വൃത്തിയായി കൊടുക്കാമെന്നുള്ളതല്ല ആലോചിക്കേണ്ടത്. നിങ്ങൾ 1 ലക്ഷം കോടി 36,000 കോടി രൂപയുടെ കൊടുത്തു കഴിഞ്ഞാൽ 1 ലക്ഷം കോടി രൂപയുടെ ആസ്തി കേരളത്തിന് സ്വന്തമായി. അത് എങ്ങനെ വൃത്തിയായി കൊടുക്കാൻ പറ്റും? അത് കിഫ്ബിയിൽ നിന്ന് എത്ര വരുമാനം ഉണ്ടാക്കുക എന്നുള്ളതാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ഈ പറഞ്ഞതുപോലെ കിഫ്ബിക്ക് അത്ര ലോണൊന്നും ഇല്ല കേട്ടോ. ഞാൻ നോക്കി, കിഫ്ബിക്ക് ഈ പറയുന്ന ലോണൊന്നുമില്ല. കിഫ്ബി ആകെ എടുത്തത് മസാല ബോണ്ടിൽ നിന്ന് 2,000 കോടിയാണ്. 2,000 അത് തിരിച്ചടിച്ചു. 2,000 കോടി മാത്രമേ. അതുകൊണ്ട് 64,000 കോടി ബോറോ ചെയ്തതിൻ്റെ കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഗവൺമെൻറ് കോൺട്രിബ്യൂഷൻ 26,000 കോടി. പിന്നെ അടുത്തെന്താ ബോറോയിങ് 42,000 കോടി രൂപ എഴുതിയത് എന്തൊക്കെയാണ് സംവിധാനങ്ങൾ നോക്കിയേ? മസാല ബോണ്ട്, പിന്നെ ടേം ലോണ്, ഡൊമസ്റ്റിക്, പിന്നെ KSFE, KICC, നോർക്ക സ്കീം, നബാർഡ്, KFC, ഇതൊക്കെ പറയുന്നത് ഇൻട്രസ്റ്റ് കുറഞ്ഞ സംവിധാനം തന്നെയാണ്. ഇതൊക്കെ സർക്കാരിൻ്റെ ഭാഗം തന്നെയാണ്. ഇതിൽ തന്നെയാണ് ലോൺ എടുത്തിരിക്കുന്നത്. അല്ലാതെ പ്രൈവറ്റ് ബാങ്കിൽ പോയിട്ട് ആരും കാര്യമായിട്ട് ലോൺ എടുത്തിട്ടില്ല. അപ്പം നമ്മൾ ഈ പറഞ്ഞു വരുന്നത് കിഫ്ബി എന്തോ വലിയ കോടികളുടെ ലോൺ എടുത്തിരിക്കുന്നു, എന്നിട്ട് ഇത് തിരിച്ചടയ്ക്കുന്നത് എങ്ങനെയാണ്? സർക്കാരിൻ്റെ വരുമാനം തന്നെയാണ്. അത് അടയ്ക്കാൻ പാടില്ല എന്ന് പറയുന്നത് വേറെ രാഷ്ട്രീയ നിലപാടാണ്. ഞാൻ പറയുന്നത് മോട്ടോർ വെഹിക്കിളിൻ്റെ ടാക്സിൻ്റെ ഒരു ഷെയർ കൊടുക്കുന്നുണ്ട്, അതെന്താ? പിന്നെ ഫ്യൂവൽ സെസ് കൊടുക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ വേണ്ടി തന്നെയാണല്ലോ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ വേറെ ഇവിടെ നിന്ന് ഈ പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പം പറയുന്നത് എന്താണ്? ഞാൻ പറയുന്നത് 1 ലക്ഷം കോടി രൂപ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള സംവിധാനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു കിഫ്ബിയുടെ അടിസ്ഥാന ലക്ഷ്യം എന്നാണ് പറയുന്നത്. 1 ലക്ഷം കോടിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന, ആ വരുമാനം ഉണ്ടാക്കുന്ന സംവിധാനത്തിൽ മാത്രം നിക്ഷേപിച്ചായിരുന്നെങ്കിൽ കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നല്ല സ്കൂൾ വരുമായിരുന്നോ? നല്ല ഹൈടെക് ക്ലാസ് മുറി വരുമായിരുന്നോ? ഈ വീടില്ലാത്ത സ്ഥലത്തേക്ക് പാലം വരുമായിരുന്നോ? ഈ ആലപ്പുഴയുടെ അപ്പുറേ തുരുത്തിലേക്ക് പാലം വരുമായിരുന്നോ? പാലം വരില്ലല്ലോ. ഇന്ന് നിയമസഭയിലിരിക്കുന്ന ജി സുധാകരൻ ഉണ്ടല്ലോ, ജി സുധാകരൻ്റെ ആദ്യത്തെ പ്രൊജക്റ്റിൻ്റെ ഭാഗമാണ് ഈ പാലം അല്ലേ. മുഴുവൻ എവിടുന്ന ഫണ്ട് വന്നത്? കിഫ്ബിയുടെ ഫണ്ടാണ്. വയനാട്ടിലേക്ക് തുരങ്കപാത വരുന്നുണ്ട്, ആരുടെ ഫണ്ടാണ്? ഇനീഷ്യൽ ഫണ്ട് കൊടുക്കുന്നത് കിഫ്ബിയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊജക്റ്റുകൾ നിങ്ങൾ വരുമാനത്തിന് മാത്രം ഇൻവെസ്റ്റ് ചെയ്താൽ മതി എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അപ്പം ഞാൻ വേറെ പൈസ ഉണ്ടാക്കാൻ എളുപ്പമാർഗ്ഗം ഇന്ന് ബാലഗോപാൽ പറഞ്ഞ കാര്യമാണ്. ബാലഗോപാൽ പറഞ്ഞ വളരെ ഈസിയാണ്. സിആർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പൈസ കിട്ടും. 50% മേലെ ഷെയർ സർക്കാരിൻ്റെ കയ്യിലുള്ളതാണ് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ട്. സത്യമാണ്. പിന്നെ അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ 10-25,000 കോടി ഉണ്ടാക്കാൻ പറ്റും. ലിസ്റ്റ് ചെയ്യാൻ പാടുമോ? അപ്പോൾ ഞാൻ പറയാം, നമുക്ക് സ്വന്തമായിട്ടൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു, എയർ ഇന്ത്യ ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അത് നഷ്ടമാണെന്ന് പറഞ്ഞ് ടാറ്റയ്ക്ക് വിറ്റല്ലോ. യുദ്ധം വന്നു, നമ്മളടുത്ത് ഫ്ലൈറ്റിൽ ആളെ കൊണ്ടുവരാൻ. ടാറ്റയോട് ആവശ്യപ്പെട്ട് ഫ്ലൈറ്റ് വിടാൻ 3 എണ്ണം ചെന്നപ്പോൾ ഒരെണ്ണം കൊടുത്തു, 25 എണ്ണം ചോദിച്ചപ്പോൾ ഒരെണ്ണം കൊടുത്തു. ഇതാണ് ടാറ്റ ചെയ്തത്.
അപ്പോൾ എന്താ, നമ്മുടെ അടുത്ത് സംവിധാനങ്ങളില്ല. KSRTC സ്വകാര്യവൽക്കരിച്ചാൽ അവന് ലാഭമുള്ള സ്ഥലത്തേക്ക് മാത്രമേ ഓടുള്ളൂ. അല്ലാതെ ആരെങ്കിലും ഓടാൻ നിന്ന് കൊടുക്കുമോ? സ്വകാര്യവൽക്കരിച്ചിട്ടുണ്ടെങ്കിൽ KSEB കറണ്ട് നമ്മൾ പിന്നെ സ്വകാര്യവൽപ്പിച്ച് എന്താ സംഭവിക്കുക? സ്വകാര്യവൽപ്പിച്ച് ഒന്നും സംഭവിക്കില്ല. കേരളത്തിലെ ജനങ്ങൾ കറണ്ട് ഇല്ലാതെ ജീവിക്കാൻ പറ്റുമോ? അവൻ്റെ ചിലവും വരുമാനവും കൂടെ കൂട്ടിയിട്ട് അവൻ്റെ എക്സ്പെൻസും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പ്രൈസ് ഇടും. ആ പ്രൈസിന് നമ്മൾ കറണ്ട് വാങ്ങേണ്ടി വരും. അതല്ലേ, അതാണ് ഇപ്പോൾ തന്നെ ചെയ്യുന്നത്. ഞാൻ പറയുന്നത് ഈ സ്വകാര്യ കമ്പനിയായിട്ട് പോലും ഇപ്പോൾ തന്നെ ചെയ്യുന്നത് അതാണ്. രണ്ടാമത്തെ കാര്യം, കരിമണൽ ഖനനം നടത്താം എന്ന് പറയുന്നത് വളരെ ഈസിയായ കാര്യമല്ലേ? ഞങ്ങൾക്ക് നഷ്ടമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് കടൽ തീരത്ത് കരിമണലുണ്ട്, വിറ്റ പൈസ കിട്ടും, അതുകൊണ്ട് അത് ഖനനം നടത്തി പൈസ ഉണ്ടാക്കാം. ഇതൊക്കെ മുൻ സർക്കാരിൻ്റെ കാലത്തും പറ്റുമായിരുന്നു എന്നേ. ഞാൻ പറയും, ഈ നിങ്ങൾ സിയാലിൻ്റെ ഡയറക്ടർ ബോർഡിൽ ലിസ്റ്റ് എടുത്ത് മുന്നോട്ട് വെച്ച് നോക്കിക്കേ. ഓരോ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോൾ ഞാൻ അറിഞ്ഞ പ്രകാരം കേട്ടോ, എനിക്ക് ഉറപ്പില്ല, ഓരോ ഡയറക്ടർ ബോർഡ് മീറ്റിംഗ് നടക്കുമ്പോഴത്തേക്കും അവരുടെ ആദ്യത്തെ പ്രമേയം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യില്ലെന്നുള്ളതാണ്. അതിനകത്ത് പ്രൈവറ്റ് കമ്പനികളുണ്ട്. ആ പ്രൈവറ്റ് കമ്പനിയുടെ ആവശ്യം എന്ന് പറയുന്നത് ലിസ്റ്റ് ചെയ്യില്ല. പിണറായി വിജയൻ സർക്കാരാണ് ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഇന്നും സ്വകാര്യ നിക്ഷേപകർ സിയാലിൻ്റെ ഷെയർ വാങ്ങുന്നത് ഒരു ദിവസം ലിസ്റ്റ് ചെയ്യപ്പെടുകയും ഇത് വലിയ ലാഭം ഈ പറയുന്ന ആൾക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ സിയാലിൻ്റെ ഷെയർ മേടിച്ച് വെക്കുന്നത്. പക്ഷേ പിണറായി വിജയൻ ലിസ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞാണ്. ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ 68 പിന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ടല്ലോ, ഒരെണ്ണം പോലും പൂട്ടിയിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ ധവളപത്രം ഇറക്കുന്ന സമയത്ത് ഞാൻ പിന്നെ അതിന് ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇതിലൊരു മുൻകൂർ ജാമ്യം എടുക്കുന്നുണ്ട്. എന്താ ഈ മുൻകൂർ ജാമ്യം എന്നറിയോ? അടുത്ത ബഡ്ജറ്റ് ആരാ അവതരിപ്പിക്കേണ്ടത്? VD സതീശനാണ്. അവതരിപ്പിക്കുന്ന ബഡ്ജറ്റിന് ഇതിനകത്ത് 20,000 കുറവാണ്. എനിക്ക് ഇത്രയും കാര്യങ്ങൾ നടപ്പിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എൻ്റെ കയ്യിൽ തീരെ പണമില്ല. ഇത് കേരള സർക്കാർ പൂട്ടാൻ പോവുകയാണ്. പൂച്ച കെട്ടി കിടക്കുന്ന ട്രഷറി ആയിരുന്നു. 1 രൂപ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ ഞങ്ങൾക്ക് പണം കൂടെ കണ്ടെത്താനുള്ള സാഹചര്യം കൂടെ ഇതിൽ ഈ പറയുന്ന അടുത്ത ബഡ്ജറ്റിൽ നിങ്ങൾ പ്രതീക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ധവളപത്രം മുന്നോട്ട് ഇറക്കുകയാണ്. അപ്പം മുന്നിൽ ഒരു മുൻകൂർ ജാമ്യമാണ്. ഈ ബഡ്ജറ്റിൻ്റെ മുമ്പിൽ 2 പേജും കൂടെ കൂട്ടിയാൽ മതിയായിരുന്നു. ഈ സാധനത്തിന് ആവശ്യം ഉണ്ടായിരുന്നില്ല. ബഡ്ജറ്റ് ഇപ്പോൾ വരുമ്പോൾ എന്താ സംഭവിക്കുക സാറേ? വരവ് 2020 മാർച്ചിൽ വരെയുള്ള വരവുണ്ടാവും, അതിന് ശേഷമുള്ള ചിലവുണ്ടാവും, ഇതിന് കിട്ടാനുള്ള ബാക്കി ഇത്രയുണ്ട്, ഇതൊക്കെ ബഡ്ജറ്റ് ഉണ്ടാവും. ആ സാധനം ഇതിലപ്പുറം അതിന് ശേഷം ബാക്കി കുറേ ഇടതുപക്ഷ സർക്കാരിൻ്റെ കുറ്റവും ഇതിനൊന്നുമില്ല. അത് മാത്രം പോരാ, KSRTC 15-ാം തീയതി മുതൽ സൗജന്യ യാത്ര തുടങ്ങുമ്പോൾ എത്ര കൊടുക്കുന്നു എന്നുള്ള കണക്കും വേണം. അതെ ഞാൻ പറഞ്ഞത്, വരുമാനം ഉണ്ടാക്കണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ സംഭവിക്കാൻ വന്നത് അപ്പോൾ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് പിന്നെ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് മന്ത്രി പറഞ്ഞെന്താ KSRTCക്ക് സൗജന്യം കൊടുക്കുന്ന പൈസയെല്ലാം സർക്കാരിൻ്റെ ഇതാണ്. അതെങ്ങനെ സർക്കാരിന് ചെയ്യാൻ പറ്റുക? കിഫ്ബിക്കും മറ്റുള്ള സ്ഥാപനങ്ങൾക്കും ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഈ KSRTCക്ക് വേണ്ടി പൈസ സർക്കാർ വേറെ കൊടുക്കാൻ പറ്റുക? ഇതിലേക്ക് തന്നെ കൊടുക്കാൻ പറ്റുള്ളൂ. KSRTC ആരുടെ സ്വത്താണോ അതിലേക്ക് തന്നെ അഡീഷണൽ ഇത്ര പൈസ കൊടുക്കണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ഒരു ഫണ്ട് നീക്കിയിരിക്കണം. നിങ്ങൾ ഒരു കാര്യം പറഞ്ഞ് എഴുതി വെച്ചായിരുന്നു സാറേ, എന്താണെന്നറിയോ? 5000 ബസ്സാണ് 2011 ഉണ്ടായിരുന്നത്. അതിൻ്റെ അകത്ത് പിന്നെ 47,000 ജീവനക്കാർ 2011 ഉണ്ടായിരുന്നു. ഇന്ന് 3000 ബസ്സേ ഉള്ളൂ, 3000 ഷെഡ്യൂളേ ഉള്ളൂ. മറ്റേ പണ്ട് 2020 5000 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. 22,000 ജീവനക്കാരുണ്ട്. പിന്നെ എങ്ങനെയാണ് ഇത്ര നഷ്ടം വരുന്നതെന്നാണല്ലോ ചോദ്യം. പിന്നെ ഇത്രയും നഷ്ടം എന്തിനാണ് പൈസ കൊടുക്കുന്നതെന്ന്? അന്നത്തെ ഡീസലിൻ്റെ വില എത്രയാണെന്നറിയോ? 41 രൂപ. ഇന്നത്തെ ഡീസലിൻ്റെ വില എത്രയെന്നറിയോ? 102 രൂപ. ഏറ്റവും കൂടുതൽ പൈസ KSRTC മുടക്കുന്നത് എത്രയാണ്? എന്തിനു വേണ്ടിയിട്ടാണ് KSRTC മുടക്കുന്നത്? ഡീസൽ അടിക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം 2011 ഡീസൽ അടിച്ചതിൻ്റെ 3 ഇരട്ടി പൈസ കൊടുക്കണം ഇന്ന് ഡീസൽ അടിക്കാൻ. ആ പൈസ വരുമ്പോൾ അത്രയും വ്യത്യാസം വരും. അന്നത്തെ ശരാശരി ശമ്പളം എത്രയാണ്? 21,000. ഇന്നത്തെ ശരാശരി ശമ്പളം എത്രയാണ്? 45,000. അപ്പം ആ ശമ്പളം ആൾ കുറഞ്ഞതുകൊണ്ടോ പിന്നെ ഡീസലിൻ്റെ വില കുറഞ്ഞല്ല, പിന്നെ ഷെഡ്യൂൾ കുറഞ്ഞുകൊണ്ടോ റേറ്റ് വ്യത്യാസം വരുമോ? അത്ര റേറ്റ് ഇവിടെ കൂട്ടണ്ടേ? അപ്പോൾ പ്രതീതി നിർമ്മാണം എന്ന് പറഞ്ഞ ഇതാണ് കേട്ടോ. 2011 ഇത്ര ഡീസൽ KSRTC ഇത്ര പൈസ നഷ്ടം ഉണ്ടാക്കുന്നുള്ളൂ. 2026 ആയപ്പോൾ ഇത്രയും നഷ്ടം ഉണ്ടാക്കുന്നു എന്നുള്ള ഇതാണ് പ്രതീതി നിർമ്മാണം എന്ന് പറയുന്നത്. Meet the editors.